ഹായ് മംഗൾസ്, വെൽക്കം ബാക്ക്. NMMS എക്സാമുമായി ബന്ധപ്പെട്ട് ഫിസിക്സിലെ ചില കിടുക്കാച്ചി ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒന്നാമത്തെ ചോദ്യം, LED ബൾബിലെ LEDയുടെ ഫുൾ ഫോം എന്താണ്? നമ്മൾ LED ബൾബിലെ LEDന്റെ ഫുൾ ഫോം എന്താണ്? എന്താ LEDന്റെ ഫുൾ ഫോം? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതല്ലേ നമ്മൾ LED. ഈ LEDയിലെ പ്രധാനപ്പെട്ട ഒരു രണ്ട് ഭാഗത്തിന്റെ പേരെങ്കിലും മിനിമം പഠിച്ചിരിക്കണം. സാറേ, ഏതൊരു ബൾബാണെന്നുണ്ടെങ്കിലും, ഏതൊരു ബൾബല്ല, ഒരു LED ബൾബിൽ പ്രകാശം പുറത്തോട്ട് വരുന്ന ഭാഗമല്ലേ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്യൂസർ കപ്പ്. എന്ത് കപ്പാടാ? ഡിഫ്യൂസർ കപ്പ്. സാറേ, ഒരു ബൾബിൽ ചൂട് വലിച്ചെടുക്കുന്ന ഈ ഭാഗമുണ്ട്, ഈ ഭാഗത്തിന് പേരെന്താ നിങ്ങൾക്ക്? ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക് എന്നൊക്കെ വിളിക്കും. ഹീറ്റ് സിങ്ക്. കഴിഞ്ഞ് രണ്ട് ഭാഗങ്ങൾ മിനിമം പഠിച്ചാൽ മതി. സാറേ, പ്രകാശം പുറത്തോട്ട് വരുന്ന ഭാഗത്തിന് എന്താ പറയാ? ഡിഫ്യൂസർ കപ്പ്. ചൂട് വലിച്ചെടുക്കുന്ന ഭാഗത്തിന് എന്താ പറയാ? ഹീറ്റ് സിങ്ക്. ഹീറ്റ് മുങ്ങിപ്പോയി എന്ന് ആലോചിക്കുക. ഹീറ്റ് സിങ്ക് മതി, രണ്ട് ഭാഗം സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാറേ, നെയിം ദ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു സൗണ്ട് എനർജി. വൈദ്യുതോർജം ശബ്ദോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? അങ്ങനെ പറയുന്ന അർത്ഥം എന്താ? നമ്മൾ കറണ്ട് കൊടുക്കും, സൗണ്ട് കിട്ടും. കറണ്ട് കൊടുത്തിട്ട് സൗണ്ട് കിട്ടുന്ന ആളാരാ അതിലുള്ളത്? ഇസ്തിരിപ്പെട്ടി. അയൺ ബോക്സ്. ഇസ്തിരിപ്പെട്ടിക്ക് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ സൗണ്ടാ തരിക? അല്ല, ലൗഡ് സ്പീക്കർ. സ്പീക്കർ അല്ലേ? സ്പീക്കർക്ക് കറണ്ട് കൊടുക്കുമ്പോൾ സ്പീക്കർ എന്താ തരിക? ശബ്ദമാണ് തരിക. സോ ആൻസർ എന്താടാ? ലൗഡ് സ്പീക്കർ. ഊർജ്ജ മാറ്റങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഊർജ്ജ മാറ്റം എങ്ങനെ നോക്കുക? അതിക്ക് എന്താ കൊടുക്കണമെന്ന് ആലോചിക്കുക, അതിന് എന്താ കിട്ടണമെന്ന് ആലോചിക്കുക. സാർ, ഇതെന്താ? സ്പീക്കർ. സ്പീക്കർക്ക് നമ്മൾ കറണ്ട് കൊടുക്കും, ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുതോർജ്ജം. സ്പീക്കർ അവിടെ നിന്ന് ഇങ്ങനെ പാട്ട് പാടും, ടു 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 ടു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ശബ്ദോർജ്ജം, സൗണ്ട് എനർജി. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ഓപ്ഷൻ പരിചയപ്പെടാം. ഇതാരാ? അയൺ ബോക്സ്, ഇസ്തിരിപ്പെട്ടി. നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ചൂടല്ല തരിക. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? സാറേ, മോട്ടർ. ഓപ്ഷനിൽ അടുത്ത മഹാനായിരുന്നു മോട്ടർ. വൈദ്യുത മോട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടർ. നമ്മളെ വീട്ടിലത്തെ മോട്ടർ എന്ന് ആലോചിച്ച് നോക്ക്. കറണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കും, അപ്പൊ മോട്ടർ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും. ഓഹോ, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. അടുത്ത ആളാരാ? ഫാന്. എന്താടാ ഫാനിൽ നടക്കുന്ന എനർജി ചേഞ്ച്? സാറേ, കറണ്ട് കൊടുക്കുമ്പോൾ കറങ്ങുക. ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. സെറ്റ് അല്ലേ? ഒരു ചോദ്യം നമ്മൾ പഠിച്ചു, അതിന്റെ ഓപ്ഷൻസും ഫുള്ള് നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ലൈറ്റ്. പ്രകാശവുമായി ബന്ധപ്പെട്ട പദം ഏതാണെന്ന്. പ്രകാശവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ഫോട്ടോൺ. 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 പ്രോട്ടോൺ അല്ല, ഫോട്ടോൺ. ആ വാക്കും കൂടി ഒന്ന് മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സെറ്റ് ഓഫ് പ്രൈമറി കളേഴ്സ്. ഇതിൽ ഏതാണ് പ്രൈമറി കളേഴ്സ് എന്ന്? ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ്? നമുക്ക് കളേഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം. പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്. പ്രാഥമിക വർണ്ണങ്ങൾ, ദ്വിതീയ വർണ്ണങ്ങൾ. പ്രൈമറി കളേഴ്സ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. പനിച്ചു, പനിച്ചു, പച്ച, നീല, ചുവപ്പ്. പനിച്ചു ആണ് പ്രൈമറി കളേഴ്സ് ട്ടോ. ഇനി സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? YMC, യെല്ലോ, മജന്ത, സിയാൻ. അപ്പൊ ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ്? പ്രാഥമിക വർണ്ണങ്ങളാണ് സുഹൃത്തുക്കളെ പച്ച, നീല, ചുവപ്പ്, റെഡ്, ബ്ലൂ, ഗ്രീൻ. എന്നാൽ സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? യെല്ലോ, മജന്ത, സിയാൻ, YMC. അപ്പൊ പ്രൈമറി കളേഴ്സ് സെറ്റായി, സെക്കൻഡറി കളേഴ്സും സെറ്റായി. വാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. സംഭവങ്ങൾ പ്രൈമറി കളേഴ്സ് ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡറി കളേഴ്സ് കിട്ടും. പോകാൻ പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ദി ഗ്ലിറ്ററിംഗ് ഓഫ് സ്റ്റാർ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രതിഭാസം ഏതാ നിങ്ങൾക്ക്? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, അന്തരീക്ഷ അപവർത്തനം. അപ്പൊ നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം എന്താ? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ വരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സർ, ദ പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അറ്റ് ദ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ്. കട്ടികൾ ഇംഗ്ലീഷ് ആയി പോയില്ലേ? മലയാളം നോക്കാം. എന്താ മലയാളം? പ്രകാശം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനത്തിന് എന്താ പറയാന്ന്? സൂര്യപ്രകാശം ഭൂമിക്ക് ഇങ്ങനെ വരും. സൂര്യപ്രകാശം, വാവ്, നമ്മളെ സൂര്യനാണ് വിചാരിക്കുക. സൂര്യന് പ്രകാശം ഭൂമിയിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ അന്തരീക്ഷത്തിൽ കുറെ പൊടിപടലങ്ങൾ ഉണ്ടാവും. ഇതിന്മേലൊക്കെ തട്ടിയിട്ട് തൂം 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 ഇങ്ങനെ തട്ടിയിട്ട് അങ്ങോട്ട് തെറിക്കും. ഇതിന് പറയുന്ന പേരാണ് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ്. ഇതിന് പറഞ്ഞ പേരെന്താടാ? വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ്. അപ്പൊ വിസരണം എന്ന് പറഞ്ഞാൽ എന്താ? അന്തരീക്ഷത്തിലെ കണങ്ങളിൽ തട്ടി സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന പ്രതിഫലനം, റിഫ്ലക്ഷൻ. അപ്പോൾ അതിന് ഞങ്ങൾ എന്താക്കണം? അതുകൊണ്ടാണ് ആകാശം നീല നിറത്തിൽ കാണുന്നത്. സാറേ, ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം എന്താ? സ്കാറ്ററിങ് അല്ലെങ്കിൽ വിസരണം. സാറേ, സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും കടല് അല്ലെങ്കിൽ ആകാശമൊക്കെ ചുവന്ന നിറത്തിൽ കാണാൻ കാരണം എന്താ? അതും ഇതേ സ്കാറ്ററിങ്, ഇതേ വിസരണം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഒരു ചോദ്യം കൂടി. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഡിവൈസ് വിച്ച് യൂസസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്.
ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം, അതായത് സൗണ്ട് തട്ടി 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 ഇങ്ങനെ കളിക്കുക, ശബ്ദത്തിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണെന്ന്. ചില ആൾക്കാർ നേരെ കയറിയിട്ട് ചില ആൾക്കാരൊക്കെ പേര് പറയും, അല്ല കേട്ടോളി, ഏതാ നിങ്ങൾക്ക്? മെഗാഫോൺ. മെഗാഫോൺ ആണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്നത്. സൗണ്ട് ഇതിൽ ഇങ്ങനെ ഉണ്ടാവും, ആ സൗണ്ട് ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തട്ടി 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 ഇങ്ങനെ പോകും, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്, ഈ വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും കമന്റ് ചെയ്യാനുള്ള ചോദ്യം ഇതാണ്. നിങ്ങളുടെ ഉത്തരം ഞാൻ നോക്കുന്നുണ്ടായിരിക്കും, അതിന് ഞാൻ മറുപടി തരുന്നുണ്ടായിരിക്കും. ചോദ്യം ഇതാണ്, കടലിന്റെ ആഴം അളക്കാൻ കപ്പലുകൾ ഒരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കപ്പലുകൾ കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിന്റെ പേരെന്ത്? സോ ആൻസർ അറിയുന്ന ആൾക്കാരൊക്കെ താഴെ കമന്റ് ചെയ്യുക. See you there. Bye.